യുവർ ഓണർ, കാസിം ബായ് എന്നു പേരുള്ള ഈ നൊട്ടോറിയസ് ക്രിമിനലിന്റെ പൂർവ്വകാല ചരിത്രം കൂടുതലായി വിശദീകരിക്കാതെ തന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമുള്ളതാണ്. സ്വന്തം സഹോദരിയുടെ വിവാഹം നടത്താനെന്ന വ്യാജേന കോടതിയുടെ ദയാദാക്ഷിണ്യത്തിന്റെ പേരിൽ പരോൾ ആവശ്യപ്പെടുന്ന കൊടും ക്രൂരനായ ഈ കുറ്റവാളിയെ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അനുവദിച്ചാൽ വീണ്ടും കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഒരു പരമ്പര തന്നെ നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇതിനു മുമ്പ് പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെയും ഈ നിൽക്കുന്ന കാസിം ബായി വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഓർമ്മപ്പെടുത്തുന്നു. ആയതിനാൽ ബഹുമാനപ്പെട്ട കോടതിയുടെ യാതൊരുവിധ ആനുകൂല്യവും ദയാദാക്ഷിണ്യവും ഈ പ്രതി അർഹിക്കുന്നില്ല. നോ, ഇതല്ല എന്നെ പുറത്തു വിടാതിരിക്കാൻ എന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ആരോപണങ്ങളാണ്. വർഷങ്ങളോളം ജയിലിൽ കഴിയുന്ന എനിക്ക് ജാമ്യമോ പരോളോ ഒരിക്കൽ പോലും അനുവദിച്ചു തന്നിട്ടില്ല. പക്ഷെ ഇപ്പോ മറ്റാരും തുണയില്ലാത്ത എന്റെ കൊച്ചു പെങ്ങളുടെ നിക്കാഹ് നടത്തി കൊടുക്കാൻ ഒരാഴ്ചത്തെ പരോളെങ്കിലും ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുവദിച്ചു തരണം. നോ യുവർ ഓണർ, ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ്. ഒരാഴ്ചയല്ല, ഒരു ദിവസം പോലും ഇയാൾക്ക് പരോൾ അനുവദിക്കാൻ പാടില്ല. അനുവദിച്ചാൽ വിടില്ല, ഒരുത്തരെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ബാപ്പ ഖാദർ ഭായി പോലെ എന്നെയും ജയിലിനകത്തിട്ട് കൊല്ലാനാണ് ഭാവമെങ്കിൽ ഒരുത്തരെ ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും കൊന്നുകളെ. ഐ വിൽ കം അഗൈൻ. എൻ്റെ മാതാവേ, ഇത്രയും കാലം എന്നെയും എൻ്റെ ഈ കലാദർശിനിയെയും സ്വന്തം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. ഇവിടെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളെയും ടീച്ചർമാരെയും പീഡന വീരന്മാരിൽ നിന്നും, പ്രത്യേകിച്ച് ഒളി ക്യാമറയിൽ നിന്നും സേവ് ചെയ്ത് അവരെ സൽസ്വഭാവികളും സദാചാര ബോധമുള്ളവരുമാക്കി തീർക്കണമേ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തമ്മിൽ പരസ്പരം സ്നേഹമല്ലാതെ പ്രേമമെന്ന വികാരം അവരുടെ മനസ്സിൽ പൊട്ടിമുളയ്ക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഫാദർ തറക്കണ്ടം, നീ നിന്റെ മക്കളെ അവിശ്വസിക്കരുത്. അവർ ദൈവത്തിന്റെ കുഞ്ഞാടുകളാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് നീ കേട്ടിട്ടില്ലേ? എന്ന് സ്വന്തം മേശിക്കൂട്ടാ. അങ്ങനെ കർത്താവിന്റെ സൗണ്ട് നിന്നെ ഞാൻ ശരിയാക്കി തരാടാ. തുടങ്ങി വെച്ച സ്റ്റെപ്പ് പൂർത്തിയാക്കണം. ഞാൻ വിടൂല. എനിക്ക് ഈ സ്റ്റെപ്പ് പഠിക്കണ്ട. അയ്യോ, അത് പറഞ്ഞാ പറ്റില്ല. ഈ സ്റ്റെപ്പ് പഠിച്ചാലേ മറ്റേ സ്റ്റെപ്പ് പഠിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, സ്റ്റെപ്പ് ആയിട്ട് കയറാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ വേറെ സ്റ്റെപ്പ് കാണിച്ചു തരാം. ടൈറ്റാനിക് സ്റ്റെപ്പ്. കുട്ടി, എന്റെ ചിറകിൽ തലോടിക്കോളൂ. ചിറകോ? ഇത് തന്നെ, ഇത് ചിറക്. തലോടിക്കോളൂ. പിടക്കേന്ന് തലോടൂ. വരൂ, സമയങ്ങളല്ലേ. തലോടൂ. ആ പിശാച് എന്നെ പെട്ടെന്ന് തലോടൂ. അങ്ങനെ മാന്താനല്ല, തലോടാൻ. പൊന്തണില്ല. കണ്ടപ്പോ ഇത്ര ഭാരം തോന്നിച്ചില്ലല്ല. എവിടെ നിന്നാണ് ഇത്ര ഭാരം നടത്തുന്നത്? എന്നാലും നല്ല സുഖമുണ്ട്. അച്ഛനായിരുന്ന വെറുതെ അല്ലേ പൊന്താത്ത? അല്ല, ഞാൻ നമ്മുടെ പ്രോഗ്രാമിന്റെ ബ്രേക്ക് ഡാൻസ് പറഞ്ഞു കൊടുക്കായിരുന്നു. അതേടാ, നിന്റെ ഈ ഞരമ്പ് രോഗം എനിക്ക് മനസ്സിലായി കൊച്ചാൻറ്റി. എന്താ അച്ചോ? നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടി വരുമോ? വിടേണ്ടി വരില്ല അച്ചോ, ഞാൻ നന്നായച്ചോ. എങ്ങനെ? അച്ഛൻ എന്നെ ഉപദേശിച്ചില്ലേ, വെള്ളം അടിക്കരുത്, അന്യ സ്ത്രീകളെ നോക്കരുത്. എന്നിട്ട് ഞാനിതെല്ലാം നിർത്തിയച്ചോ. പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ കണ്ടതോ? അത് സ്റ്റെപ്പ് പഠിപ്പിച്ചല്ലേ അച്ചോ. എനിക്കില്ല അമ്മയും പെക്കന്മാരും. അച്ഛനെ വെറുതെ സംശയിച്ചു. പോട്ടെ കൊച്ചാൻറ്റി, ഇല്ല, പോട്ടെ. എനിക്ക് സഹിക്കില്ല. എന്താ എന്റെ അച്ഛൻ. पिक्चर कर रहे सर. अरे पिक्चर था चारे पसी की थी चारे.
ഇന്നത്തെ കണി ദാരിദ്ര്യം പിടിച്ച പിച്ചക്കാരനെയാണല്ലോ. ഇന്ന് മുഴുവൻ തറക്കണ്ട അച്ഛന്റെ മുമ്പിൽ വെറും തറയിട്ട് കൈ നീട്ടി നിൽക്കേണ്ടി വരുമല്ലോ. ആ. ചാച്ചി ചാച്ചി 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും തന്നെ സഹായിക്കണം ചാച്ചി. എടോ പോയിട്ട് പിന്നെ വാ. മതി സാറേ, നാങ്ക എപ്പോഴാ പറഞ്ഞ എന്നോട് മൊബൈൽ വിളിച്ച് പറഞ്ഞാ മതി. മൈ നമ്പർ ഈസ് 98460. ആ മതി. അവന്റെ അമ്മായിയോട് ഒരു മൊബൈല്. അപ്പോ ഞാൻ സാർ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല. കാണണ വെച്ച് നടക്കണം. ഇതുപോലൊരു പിച്ചക്കാരനെ ഇന്നലെ എന്നോടൊന്ന് വിശക്കണമെന്ന് പറഞ്ഞ് 1 രൂപ ചോദിച്ചു. ഞാൻ ചോദിച്ചു 1 രൂപക്ക് എന്ത് ഭക്ഷണം കിട്ടാനാണ്. അപ്പൊ അവൻ പറയണേ 2 ദിവസമായിട്ട് ചൈനീസ് ഫുഡ് കഴിക്കാത്തോണ്ട് എത്ര കിലോ തൂക്കം കുറഞ്ഞത് കൊയിലിട്ട് നോക്കാനാണെന്ന്. പിച്ചക്കാര് വരെ ഡേറ്റിംഗ് തുടങ്ങി. ചിരി കണ്ട് എന്റെ ചക്കരേ. എന്നടാ ഇത് പട്ടാപ്പകൽ കിസി പണിരിക്കുന്ന അമേരിക്കയാ? ഹായ് ചേച്ചി. ഹായ്. നീ ഇവിടെ തന്നെ ഉണ്ടാവും എനിക്ക് അറിയായിരുന്നടാ. പ്രോഗ്രാമിന് വന്നില്ലെങ്കിൽ എന്താ നീ രാവിലെ ഇവിടെ എത്തിയല്ലോ. രാവിലെ വന്നില്ലെങ്കിൽ ഈ നഗ്നമേരിയുടെ സീൻ മിസ്സായി പോകൂലടാ. ഞാൻ പല പ്രശ്നത്തിനോട് പറഞ്ഞിട്ടുള്ളതാ. ഡ്രസ് മാറുമ്പോ കഥ കടച്ചിടണമെന്നുള്ളത്. അടച്ചിട്ട് ഡ്രസ് മാറാൻ ഞാൻ പെണ്ണൊന്നും അല്ലല്ലോ. മൂട് കളഞ്ഞേ. എടാ കാര്യം ശരി, നീ പെൺവേഷം കെട്ടിയതാണെങ്കിലും ഈ ഡ്രസ്സിങ്ങിന് അഴിച്ചിരുന്ന കാണുമ്പോ ശരിക്കും ടെംപ്റ്റേഷൻ ആയി പോണടാ. എന്നാ ഇത് വെച്ച് ടെംപ്റ്റേഷൻ മാറ്റും ഓരോ ഞാരമ്പന്മാര്. അരുതാത്തതൊന്നും ചെയ്യരുത്. ഇത് ചിരട്ടയാണ്. ഞാൻ അത്രക്കാരനല്ല. നോ 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 നോ. ഈ മാസം എല്ലാ ദിവസവും കളിയുള്ളതാ. നോ പ്രോബ്ലം. ഡെയിലി കളിയുണ്ടെന്ന് കരുതി ഐറ്റംസ് ഒന്നും കുറയ്ക്കില്ല. ഓക്കെ 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 ശരിയാക്കാം. No രാവിലെ problem. തന്നെ എന്ത് വീട്ടിലാണ് വീണത് സിറ്റി മോളെ. ഈ പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടാ ഫോൺ താഴെ വെക്കില്ല ചില കോന്തന്മാര്. ഓരോന്നും ചോദിച്ചിങ്ങനെ രാഗിക്കൊണ്ടിരിക്കും. എങ്ങനെ രാഗാതിരിക്കും? നിന്റെ കിളിനാദം കേട്ടാൽ മീശ മുളച്ച ഏതെങ്കിലും ഒരുത്തൻ ഫോൺ താഴെ വെക്കുവോ? അതെ അതെ, കലാംകയുടെ വർഗമല്ലേ. എന്റെയൊക്കെ വർഗം ഉണ്ടായത് കൊണ്ടല്ലേ നിനക്കൊക്കെ ചുണ്ടും ചോപ്പിച്ച് നടക്കാൻ പറ്റുന്നത്. ഇന്നലത്തെ പരിപാടിയുടെ കണക്കും ബാലൻസ്. ഇതെന്തോന്നാ? കലാംകയുടെ സ്വന്തം കാറിൽ പെട്രോൾ അടിച്ച് കണക്കും ഇതിൽ എഴുതി വെച്ചിരിക്കാ. അച്ഛൻ ചോദിച്ചാ ഞാൻ എന്ത് പറയും? നീ ആ ലിസ്റ്റ് അച്ഛനെ കാണിക്കാതിരുന്ന പോരെ. നോ നോ നോ, കള്ളം പറയാൻ എന്നെ കൊണ്ടൊക്കില്ല. ഐ ആം സ്ട്രേറ്റ് ഫോർവേഡ് പേഴ്സൺ. നീ എന്റെ ഡാർലിംഗ് അല്ലേ സിറ്റി മോളെ? ഡാർലിംഗ് അല്ല, നൈനിറ്റാൾ. അച്ഛനെങ്ങാനും ഇത് കേട്ടാ അത് മതി, ആ നിമിഷം രണ്ടിനും ഡിസ്മിസ് ചെയ്യും. ഇസ്ലാമായ ഞാനും ക്രിസ്ത്യാനിയായ നീയും തമ്മിലുള്ള ഈ ലവ് ജിഹാദിന്റെ പേരിൽ അച്ഛൻ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അറിയാലോ നിനക്ക്, അച്ഛൻ വികലാംഗനായി നിന്ന് കുർബാന കൊടുക്കേണ്ടി വരും. ഉയ്യോ, അപ്പൊ ഇതൊക്കെയാണല്ലേ മനസ്സിലിരിപ്പ്. ഈ ചാപ്റ്റർ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. അച്ഛൻ എനിക്ക് കാണപ്പെട്ട ദൈവോ. അപ്പൊ ഞാനാരാ? കാണപ്പെട്ട ഗോഡാ? അയ്യടാ, ഗോഡല്ല, ഗോസ്റ്റ്. അച്ഛന്റെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിന്റെ തീരുമാനം എടുക്കാൻ ഇന്ന് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് പോയേ.